ഗുഡ് ഈവനിങ് എവരി വൺ. സീക്ക് ഇൻഫർമേഷൻ ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാർട്ടറാവെ എങ്ങനെയാണ് ഓൺലൈനായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുന്നതെന്നാണ്. ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ PDF ആയി ഡൗൺലോഡ് ചെയ്ത് മൊബൈലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും എന്തിലാണോ ചെയ്യുന്നത് അതിലേക്ക് സേവ് ചെയ്തിടേണ്ടതാണ്. അതിൻ്റെ കൂടെ ഇതിനൊരു കൺസെൻറ്റ് ഫോം ഉണ്ടാവും. ആ കൺസെൻറ്റ് ഫോം ഇത് ഓപ്പൺ ചെയ്ത് ചെല്ലുമ്പോൾ കിട്ടുന്നതാണ്. ആ കൺസെൻറ്റ് ഫോമും ഡൗൺലോഡ് ചെയ്ത് പേരും പാസ്പോർട്ട് നമ്പരും അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റും എഴുതി സൈൻ ഇട്ട് PDF ആയിട്ട് സേവ് ചെയ്തിട്ടതിന് ശേഷം വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഡിപ്ലോമയാണോ ഡിഗ്രി ആണോ ഏത് സർട്ടിഫിക്കറ്റ് ആണോ ഹയർ എഡ്യൂക്കേഷന് സബ്മിറ്റ് ചെയ്യുന്നത് ആ സർട്ടിഫിക്കറ്റും അതിൻ്റെ ബാക്ക് സൈഡും അതിൻ്റെ കൂടെ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഒത്തിരി രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ഉള്ളതാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സർട്ടിഫിക്കറ്റും ഫസ്റ്റ് സർട്ടിഫിക്കറ്റും അതിൻ്റെ ബാക്ക് സൈഡും ഒറ്റ PDF ആയിട്ട് സേവ് ചെയ്തിടുക. മാർക്ക് ലിസ്റ്റും ട്രാൻസ്ക്രിപ്റ്റും അതിൻ്റെ ബാക്ക് സൈഡും ഒറ്റ PDF ആയിട്ട് സേവ് ചെയ്യുക. അതിന് ശേഷം പാസ്പോർട്ട് കോപ്പി സേവ് ചെയ്യുക, കൺസെൻറ്റ് PDF ആയിട്ട് സേവ് ചെയ്യുക. അതിന് ശേഷം ലൈസൻസ് ഉണ്ടെങ്കിൽ അത്, ലോവർ ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം PDF ആയി സേവ് ചെയ്തിട്ടതിന് ശേഷം ചെയ്തതിന് ശേഷം വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. ഇൻ കേസ് ലോവർ ഇല്ലാത്തവർക്ക് ഹയർ ചെയ്യാവുന്നതാണ്. ഹയർ ചെയ്ത് 14 ഡേയ്സിനുള്ളിൽ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വന്ന് 14 ഡേയ്സിനുള്ളിൽ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി, ലോവർ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇത്രയും ചെയ്തതിന് ശേഷം വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് പോയിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് https://mohk.quadrave.com എന്നുള്ളതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. അതിൽ പോയി ഓപ്പൺ ചെയ്തുമ്പം ഇതുപോലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ചിഹ്നത്തോടു കൂടിയ ഒരു ഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ ലോഗിൻ എന്ന് പറയുന്നതിൻ്റെ താഴെയായിട്ട് ഇമ്പോർട്ടൻ്റ് നോട്ടീസ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ താഴെ ആപ്ലിക്കൻറ്റ് വിത്ത് എ വാലിഡ് സിവിൽ ID മസ്റ്റ് രജിസ്റ്റർ ഓൺ ദ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ പോർട്ടൽ എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ. അവിടെ ഏത് വാലിഡ് സിവിൽ ID ഉള്ള ആർക്കും ഈ ഒരു ഇതിൽ കൂടി ഓപ്പൺ ചെയ്ത് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതവിടെ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ ചിഹ്നത്തോടു കൂടിയ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് അത് ഓപ്പൺ ആവുന്നത്. ഇതായിരിക്കും അതിൻ്റെ ഒരു ഫേസ് വരുന്നത്. ഇതിൽ പോയിട്ട് നമ്മൾ സിവിൽ ID അടിച്ചു കൊടുത്തു കഴിയുമ്പം വാലിഡ് സിവിൽ ID ഉള്ള ഒരു വ്യക്തിക്ക് കുവൈറ്റ് മൊബൈൽ IDയിലേക്ക് അത് ഓതൻറ്റിഫിക്കേഷൻ നോർമലായിട്ട് സെൻഡ് ആവുന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സിവിൽ ID നമ്പർ അടിച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്യുവാണ്. ഞാൻ ആ ഓതൻറ്റിഫിക്കേഷൻ കുവൈറ്റ് മൊബൈൽ ID അക്സെപ്റ്റ് ചെയ്ത് വിട്ടപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആ സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പം ഇതിൻ്റെ ചില സമയങ്ങളിൽ ഇത് അറബിക് ഫോർമാറ്റിലായിരിക്കും ഓപ്പൺ ആവുന്നത്. ഇതിപ്പോൾ ഇംഗ്ലീഷ് ഫോർമാറ്റിലാണ് ഓപ്പൺ ആയേക്കുന്നത്. അറബിക് ഫോർമാറ്റിലാണെങ്കിൽ ഈ 3 ഡോട്ട് കിടക്കുന്നിടത്ത് പോയിട്ട് ഇവിടെ ഇതിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇതിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാനതുകൊണ്ട് ഈ 3 ഡോട്ട് ലൈൻ കിടക്കുന്നിടത്ത് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഈക്വലൻസി ഓഫ് സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ റിക്വസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈക്വലൻസി, എൻക്വയറി അവാർഡ് സർട്ടിഫിക്കറ്റ് ഈക്വലൻസി റിക്വസ്റ്റ്, ക്വാളിഫിക്കേഷൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻ കിടപ്പുണ്ട്. ഇതിൽ റിക്വസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈക്വലൻസി എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ റിപ്പോർട്ടാണ്. അത് ലാസ്റ്റാണ്. എൻക്വയറി അവാർഡ് സർട്ടിഫിക്കറ്റ് ഈക്വലൻസി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് ഫൈനൽ റിപ്പോർട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്, ചെക്ക് ചെയ്ത എൻക്വയറി അവാർഡ് സർട്ടിഫിക്കറ്റ്. ക്വാളിഫിക്കേഷൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ തുടക്കം തന്നെ പ്ലീസ് ഡീറ്റെയിൽസ് സൈൻ ഇറ്റ് എന്ന് പറഞ്ഞൊരു കൺസെൻറ്റ് ഫോമാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഡൗൺലോഡ് ചെയ്ത് സൈൻ ഇട്ട് സേവ് ചെയ്യണമെന്ന്. ഇതാണ് ആ ഫോം. ഇതിൻ്റെ പേര്, പാസ്പോർട്ട് നമ്പർ ഇത് എഴുതി സൈൻ ചെയ്ത് PDF ആയിട്ട് സേവ് ചെയ്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മളതിൻ്റെ താഴ്ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മുടെ സിവിൽ ID അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസുകൾ കുറച്ച് വരുന്നതാണ്. മൊബൈൽ നമ്പർ, പേര്, ജിമെയിലൊക്കെ വരും. അതിനുശേഷം ഹെൽത്ത് ഇൻഫർമേഷനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഏത് ഹെൽത്താണോ അതറാണോ എന്നുള്ളതാണ്. ഹെൽത്ത് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സെക്ടർ ഏതാണ്, പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ, ഞാൻ പബ്ലിക് എന്നുള്ളത് ഗവൺമെൻറ് ആണ്, ഞാൻ പബ്ലിക് ആഡ് ചെയ്ത് കൊടുത്തു. കാറ്റഗറി ഏതാണെന്നുള്ളതാണ്, ഞാൻ നേഴ്സിംഗ് കൊടുത്തു. അതിനുശേഷം സർവീസ് ടൈപ്പ് സ്റ്റാൻഡേർഡ് ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നോർമൽ പ്രൈസിലുള്ളതാണ്. അത് നോർമൽ കാലാവധി എടുത്താണ് അത് ഫിനിഷായി കിട്ടുന്നത്. എക്സ്പ്രസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കുറഞ്ഞ എമൗണ്ട് ഇല്ല, അല്പം ഹൈ ആണ്. ഞാനിപ്പോൾ സ്റ്റാൻഡേർഡ് കൊടുക്കുകയാണ്.
അതിനുശേഷം നിങ്ങൾക്ക് വാലിഡ് സിവിൽ ലൈസൻസ്, ഹെൽത്ത് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കുവൈറ്റിൻ്റേതാണ്, ഞാൻ എസ് കൊടുത്തു. അതിനുശേഷം പാസ്പോർട്ട് ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി കയറി വരുന്നതാണ് സിവിൽ ഐ ഡി അടിക്കുമ്പം. അതിനുശേഷം നമ്മൾ ഏത് സർട്ടിഫിക്കറ്റാണോ ഫൈനൽ ഇതിന് വിടുന്നത്, വെരിഫിക്കേഷന് വിടുന്നത്, ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ഡിപ്ലോമയാണോ, ഡിഗ്രിയാണോ, ബാച്ചലറാണോ, ഏതാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഡിപ്ലോമ കൊടുത്തു. അതിനുശേഷം എവിടെയാണ് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്നാണ്. അത് ഞാനിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യ ആഡ് ചെയ്ത് കൊടുക്കും. ഇന്ത്യ ഞാൻ ആഡ് എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റി കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം പല ഒറ്റ ഇതിൽ തന്നെ പല ചെറിയ ചേഞ്ചുമായിട്ട് പല പേരുകൾ കാണും. അതുകൊണ്ട് കറക്റ്റ് ഇൻഫർമേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഏതാണോ അത് കൊടുക്കുക. ഞാനിപ്പോൾ കർണാടക കൊടുക്കുവാണ്. ഞാനിപ്പോൾ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൊടുത്തു. അതിനുശേഷം ഫാക്കൽറ്റി നമ്മുടെ നഴ്സിംഗ് ആണ്, നഴ്സിംഗ് കൊടുത്തു. പിന്നെ സ്പെഷ്യാലിറ്റിയുടെ അവിടെ നഴ്സിംഗ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഡിപ്ലോമ ഇൻ അല്ലെങ്കിൽ പിന്നെ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് എന്നുണ്ട്. അല്ലെങ്കിൽ BSc ആണ്, BSc ഡിഗ്രി, ബേസിക് ഡിഗ്രി എന്നും പറഞ്ഞതിൽ കിടപ്പുണ്ട്. ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നുള്ളത് കൊടുത്തു. പിന്നെ സ്പെഷ്യലൈസേഷൻ അക്കോർഡിംഗ് ടു ഗ്രാജുവേഷൻ എന്നുള്ളടത്ത് ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് കൊടുത്തു. അതിനുശേഷം ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ കൾച്ചറൽ ഓഫീസ് എന്നുള്ളടത്ത് നോ കൾച്ചറൽ ഓഫീസാണ്. അതിനുശേഷം ജോയിനിങ് ഡേറ്റ് വരുന്നിടത്ത് നമ്മൾ കോളേജിൽ എന്നാണോ ജോയിൻ ചെയ്ത ആ ഇയറും ആ ഡേറ്റും മന്തുമാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പം 2000 ഇവിടെ ഇയർ ആയിട്ടെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. 2010 കൊടുത്തു. ഓഗസ്റ്റ് 30 കൊടുത്തു. ഓഗസ്റ്റ് 30-നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാജുവേഷൻ ഡേറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത്, നമ്മുടെ ഗ്രാജുവേഷൻ ഫൈനൽ സർട്ടിഫിക്കറ്റ് കിടക്കുന്ന ഗ്രാജുവേഷൻ ഡേറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ അവിടെ അത് 2013 കൊടുത്തു. 13 ഓഗസ്റ്റ് 30 കൊടുത്തു. അതിനുശേഷം ആ സർട്ടിഫിക്കറ്റ് എന്നാണോ നമുക്ക് ഇഷ്യൂ ആയി കിട്ടിയിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിവശത്ത് തന്നെ ഉണ്ടാവും. അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് വരുന്നത് ഇപ്പം ഓഗസ്റ്റിൽ കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജനുവരി ഫെബ്രുവരിയിലായിരിക്കും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഇയറിൽ ജനുവരി ഫെബ്രുവരിയിലായിരിക്കും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ 2014-ലാണ് എനിക്കത് കിട്ടിയത്. ഞാനത് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2014 ജനുവരി 24 ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്കൊരു സ്റ്റുഡൻറ്റ് നമ്പർ ഉണ്ടായിരിക്കും, നമ്മൾ എക്സാം എഴുതിയ നമ്പർ. ആ നമ്പർ വെച്ചായിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡിപ്ലോമ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഡിപ്ലോമയുടെ ഓൾറെഡി ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ ഡിപ്ലോമ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഓൾറെഡി ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഞാനതിനൊരു പേര് കൊടുത്ത്, എല്ലാത്തിനും തന്നെ എന്ത് സർട്ടിഫിക്കറ്റാണെന്നുള്ളത് പേര് കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാനിപ്പോൾ ഇവിടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ ആൻഡ് രജിസ്ട്രേഷൻ ഞാനത് സേവ് ചെയ്യാണ്. സേവ് ആയി കഴിയുമ്പോൾ അപ്ലോഡ് ഡൺ എന്നും പറഞ്ഞ് വരും. അതിനുശേഷം അത് നമുക്കിവിടെ കാണാനും പറ്റുന്നതാണ്. അതിനുശേഷം ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, ഗ്രേഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് ലിസ്റ്റും ട്രാൻസ്ക്രിപ്റ്റും കൂടി നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അതെടുത്ത് അത് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാനിവിടെ പേര് നെയിം കൊടുത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്റ്റ് മാർക്ക് ഷീറ്റ് ലിസ്റ്റ് എന്നും പറഞ്ഞാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാനതെടുത്ത് സേവ് ചെയ്യുകയാണ്. അത് അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നമുക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. അടുത്തത് സ്റ്റഡി സിസ്റ്റം, നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, റെഗുലർ ആണോ പാർട്ട് ടൈം ആണോ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ റെഗുലർ കൊടുക്കുകയാണ്. അതിനുശേഷം എത്ര വർഷമായിരുന്നു, എത്ര ഇയർ ആയിരുന്നു അതെന്നുള്ളത് ഞാൻ 3 ഇയർ കൊടുത്തു. അതിനുശേഷം പ്രീവിയസ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്
ഇപ്പോൾ ഡിപ്ലോമ പഠിച്ച ഒരാളെ സംബന്ധിച്ച് പ്രീ SLCയും +2 ആയിരിക്കും. മാസ്റ്റർ ഡിഗ്രി ചെയ്ത ഒരാളെ സംബന്ധിച്ച് BScയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. BSc പോസ്റ്റ് BSc ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവരുടെ പ്രീവിയസ് സർട്ടിഫിക്കറ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് നമ്മൾ ഇപ്പം ഡിപ്ലോമ ആണെങ്കിൽ ഹൈസ്കൂളിലാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഞാൻ അതിന് ശേഷം അത് ഏത് ഇയറിലാണെന്നുള്ളത് +2 തീർന്ന വർഷം കൊടുക്കുകയാണ് 2000. അതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് ഇതുപോലെ തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. SLC +2 എന്നും പറഞ്ഞ് ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അത് അപ്ലോഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആഡ് കൊടുക്കുക എങ്കിൽ മാത്രമേ ഈ നമ്മൾ ഇത്രയും നേരം അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഇതിലേക്ക് ആഡാവത്തുള്ളൂ. ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിയുമ്പം ഇതുപോലെ താഴെ വരുന്നതുണ്ട് ഡിപ്ലോമ, കൺട്രി, യൂണിവേഴ്സിറ്റി, ഫാക്കൽറ്റി, സ്പെഷ്യാലിറ്റി ഏതാണെന്നുള്ളത്. ഇങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ വരുന്നതാണ്. അതിന് ശേഷം ഹൈസ്കൂള് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും വരും. ഇതിന് എൻഡിലൊരു ഇതുണ്ട്, എഡിറ്റും ഡിലീറ്റും ഉണ്ട്. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിനകത്ത് സർട്ടിഫിക്കറ്റ് മാറിപ്പോവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് അടുത്ത സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം റിക്വയർഡ് ഡോക്യുമെൻ്റ് എന്ന് കിടക്കുന്നിടത്ത് പോവുക. ഡോക്യുമെൻ്റ് ടൈപ്പിൽ പാസ്പോർട്ട് എന്നുള്ളിടത്ത് വാലിഡ് പാസ്പോർട്ടിൻ്റെ അവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നോട്ടിൻ്റെ അവിടെ നമ്മൾ എന്ത് സർട്ടിഫിക്കറ്റ് ആണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതെടുക്കുക. അവിടെ പാസ്പോർട്ട് കോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ട് കോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ പാസ്പോർട്ട് കോപ്പി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സേവ് ചെയ്യുക. അതിന് ശേഷം ഓതറൈസേഷൻ ലെറ്റർ എന്നും പറഞ്ഞാൽ അതാണ് നമ്മുടെ കൺസെൻറ്റ്. അപ്പോൾ ആ ഓതറൈസേഷൻ്റെ അവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നോട്ടിൻ്റെ അവിടെ കൺസെൻറ്റ് എന്ന് കൊടുക്കുക. അതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ആ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമ്മുടെ ഇതിൻ്റെ അതുപോലെ തന്നെ ഈ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ചിലർക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഇത് ചെയ്യുമ്പം ഞാൻ കാണിക്കാം. ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ സർട്ടിഫിക്കറ്റ്. കൺസെൻറ്റ് കൊടുത്തു, അപ്ലോഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഡോക്യുമെൻ്റ് ടൈപ്പിൻ്റെ അവിടെ ചിലർക്ക് അതർ സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ കൊടുത്താലും മതി. ഈ ഓതറൈസേഷൻ ലെറ്റർ എന്നുള്ളിടത്ത് എഗെയിൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നോട്ട് എന്നുള്ള ഭാഗത്ത് ലൈസൻസ് ആണെങ്കിലും ലോവറിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമ്മൾ എൻട്രി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് പിന്നീട് നമുക്ക് അതേപോലെ തന്നെ കാണാവുന്നതാണ്. അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സാഗൽ ആപ്പിലേക്കും നമ്മുടെ ഒഫീഷ്യൽ മെയിലിലേക്കും ന്യൂ റിക്വസ്റ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് എന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നതാണ്. ഞാനത് കാണിക്കാം. ഇങ്ങനെയായിരിക്കും മെസ്സേജ് വരുന്നത് സാഗൽ ആപ്പിലേക്ക്. ന്യൂ റിക്വസ്റ്റ് ഹാസ് ബീൻ ആഡഡ്. അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാകും. ഈ നമ്പർ വെച്ചാണ് പിന്നീട് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. എന്താണ് ഫർദർ സ്റ്റാറ്റസ് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ നമ്പർ വെച്ചായിരിക്കും. ഈ മെസ്സേജ് വന്നതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റിനുള്ള ഒരു മെസ്സേജും കൂടെ ഒരു ലിങ്കും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ്. അത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സാഗൽ ആപ്പിലേക്കും വരും, നമ്മുടെ മെയിലിലേക്കും അതേ മെസ്സേജ് വരുന്നതായിരിക്കും. അതിൻ്റെ ഡൗൺ ആയിട്ട് ക്ലിക്ക് ടു പേ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ പോയി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ശേഷം പേയ്മെൻറ്റ് കൺഫർമേഷനും ഇമെയിലിലേക്ക് വരും. ഇതിൻ്റെ റിസിപ്റ്റ് നമുക്ക് ഇപ്പം നമ്മൾ കാണിച്ച ഓപ്പൺ ചെയ്ത് അതേ സൈറ്റിൽ തന്നെ ചെന്ന് നമുക്ക് ആ പേയ്മെൻറ്റ് റിസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിന് ശേഷം ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അണ്ടർ പ്രോസസ്സിലേക്കാണ് ഇത് പോകുന്നത്. ഇതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു മെസ്സേജ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ഡോക്യുമെൻറ്റ് ഇന്ന എക്സാമിനേഷൻ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, ഞാനിപ്പോൾ സപ്പോസ് എക്സാമ്പിൾ കാണിക്കാം. ഇതിപ്പോൾ എനിക്ക് വന്നതാണ് ഇങ്ങനെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ട്രാൻസ്ക്രിപ്റ്റ് ഇഷ്യൂഡ് ബൈ കർണാടക സ്റ്റേറ്റ് ഇത് മിസ്സിംഗ് ആണെന്നും പറഞ്ഞ്. അപ്പം ഞാൻ ആ കൊടുത്ത അതേ സർട്ടിഫിക്കറ്റ് തന്നെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എടുത്തിട്ട് അവർക്ക് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് അവർ അക്സെപ്റ്റ് ആകുകയാണ് ചെയ്തത്. അതിന് ശേഷം
നമുക്ക് ഇതിന് ശേഷം വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമുക്ക് കോളേജിൽ നിന്നൊരു പേയ്മെൻ്റ് ഉണ്ടാവും. അത് ചിലർക്ക് 1.5 KD, ചിലർക്ക് 6.5 KD, ചിലർക്ക് 9.5 KD. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയത് 6.5 KD. ഞാനത് പേയ്മെൻറ്റ് അടച്ചു. പേയ്മെൻറ്റ് അടച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ മെയിലിലേക്ക് വരും. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അണ്ടർ പ്രോസസ്സ് ആയിരിക്കും കാണിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് അവർ കോളേജിൽ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ചിലർക്ക് അതൊരു മാസത്തെ വരും, ചിലർക്ക് 2 മാസം എടുക്കും, ചിലർക്ക് 3 മാസം വരെ എടുത്തിട്ട് വരാത്തവരും ഉണ്ട്. അത് കോളേജുകളിൽ നിന്ന് താമസിക്കുന്നതാണ്. അതിന് വെരിഫിക്കേഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് നമുക്ക് റെഡി എന്നും പറഞ്ഞ് നമുക്കതൊരു ഇത് വരും. അത് സാഗൽ ആപ്പിൽ വരുന്ന ഇങ്ങനെയാണ്: ദ റിക്വസ്റ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ ക്വാട്രാവേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു മെസ്സേജും കൂടെ വരും. അത് ലോവർ ചെയ്യാത്തവർക്കായിരിക്കും 14 ദിവസത്തിനുള്ളിൽ ഇതായിരിക്കും: ഫോളോവിങ് ഡോക്യുമെൻറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ എ മാക്സിമം പീരീഡ് ഓഫ് 14 days അവോയ്ഡ് ക്യാൻസലേഷൻ. ഇത് കണ്ട് പേടിക്കേണ്ട. ഇത് ലോവർ ചെയ്യാതെ ഹയർ ചെയ്തവർക്കായിരിക്കും. അത് 14 ദിവസത്തിനുള്ളിൽ ലോവർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓക്കെ ആകുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് ക്വാർട്ടർവയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി അത് ഡൗൺലോഡ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് സിവിൽ ഐഡിയും കവറിംഗ് ലെറ്റർ, ഹയറിൻ്റെ കവറിംഗ് ലെറ്ററുമായിട്ട് ഒഫീഷ്യൽ ഒഫീഷ്യൽ പ്ലേസായ സനാബിൽ ബിൽഡിങ്ങിൽ കൊണ്ടുപോയി നമ്മളത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഞാനത് കാണിച്ചു തരാം. അത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ സ്റ്റാറ്റസ് നോക്കണം. നമുക്ക് ക്വാർട്ടർവേന്ന് നമ്മുടെ ഈ ഫൈനൽ റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ആയാൽ മാത്രമേ അവരവിടെ പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളോട് അത് അവിടെ മെസ്സേജ് സെൻഡ് ചെയ്ത് ക്വാർട്ടർവേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയതിന് ശേഷം വരാൻ പറഞ്ഞു. നമ്മളെ പറഞ്ഞു ഇപ്പോൾ ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു. പോയവരോടെല്ലാം ഇങ്ങനെ അല്ലെങ്കിൽ ചിലർക്ക് മിസ്സിംഗ് ഡോക്യുമെൻ്റ് ആണ്, അത് ക്ലിയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞ് വിടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഇത് ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട. അത് വന്നതിന് ശേഷം അത് ക്വാർട്ടർവേക്ക് ഏകദേശം ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക: സാർ, എൻ്റെ മിസ്സിംഗ് ഡോക്യുമെൻ്റ് ആണ്, ഞാൻ ഇന്ന് മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ പോയിരുന്നു, എൻ്റെ ഇന്ന പേപ്പർ മിസ്സിംഗ് ആണ്, അത് ക്ലിയർ ചെയ്ത് തരണമെന്ന് ആവശ്യിക്കുന്നു പറഞ്ഞ് ഒരു മെസ്സേജ് വിട്ടാൽ മതി. അവരത് ക്ലിയർ ചെയ്ത് നമുക്കതിൻ്റെ മെസ്സേജ് തരും. അന്നേരം അതിന് ശേഷം സനാബിയിൽ പോയി അതിൻ്റെ പ്രോസസ്സിങ് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതാണ്. ഫൈനൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ എൻക്വയറി അവാർഡ് സർട്ടിഫിക്കറ്റ് ഈക്വലൻസി റിക്വസ്റ്റ് എന്ന ഭാഗത്ത് പോകേണ്ടത്. അതിനുശേഷം നമ്മുടെ റിക്വസ്റ്റ് നമ്പർ, ഇനിയിപ്പോൾ ഇവിടെ ഒരു റിക്വസ്റ്റ് നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് എൻക്വയറി റിസൾട്ട് 1 ഇവിടെ ഉണ്ട്. ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്ന് കിടക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫൈനൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്: റിക്വസ്റ്റ് റിട്ടേൺ ടു എംപ്ലോയി. അതായത് ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അതിന് ശേഷം താഴോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ ചെന്ന് കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റ്. ഈ ആദ്യം കിടക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ബിൽ പേയ്മെൻറ്റ്, നമ്മൾ ചെയ്തതിൻ്റെ ബില്ലിൻ്റെ പേയ്മെൻറ്റാണ്. അത് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴോട്ട് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഇതാണ്. MOHEK എന്ന് പറഞ്ഞ ഫൈനൽ റിപ്പോർട്ട്. അതിവിടെ പോയി ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിൽ ഈ ഗ്രീൻ കളർ വരുമ്പം പോസിറ്റീവ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണെന്നുള്ളതാണ്. ഇത് റെഡ് കളറ് സർട്ടിഫിക്കറ്റ് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള ഇതിലാണ്. ഈ യെല്ലോ വരുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ എൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് പോസിറ്റീവ് എന്നുള്ള ഇതൊരു റിപ്പോർട്ടാണ്. ഇതാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുമായിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്താണ് നമ്മൾ ഇത് ചെയ്ത് സിവിൽ ഐ ഡിയുടെ കോപ്പിയും ഹയറിൻ്റെ കവർ ലെറ്ററുമായിട്ടാണ് സനാവിൽ പോകേണ്ടത്. പിന്നെ നമുക്ക് മിസ്സിംഗ് ഡോക്യുമെൻ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ഡൗണിലായിട്ട് ആഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറഞ്ഞ് കിടപ്പുണ്ടാവും. അവിടെ പോയി ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാം. നിങ്ങൾ മിസ്സിംഗ് ഡോക്യുമെൻ്റ് വേണ്ട സർട്ടിഫിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരികയാണ്, ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഓതറൈസേഷൻ്റെ ലെറ്ററിൻ്റെ അവിടെ കൊടുത്തിട്ട് നോട്ടിൻ്റെ അവിടെ ഏത് സർട്ടിഫിക്കറ്റാണോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇതുണ്ട്, ഇങ്ങനെയാണ് മിസ്സിംഗ് ഡോക്യുമെൻ്റ് ഒക്കെ വന്ന് കിടക്കുന്നത്. ഇവിടെ എല്ലാം താഴെ വന്ന് കിടക്കുക ഈ മെസ്സേജുകൾ. നമുക്ക് ഏത് സർട്ടിഫിക്കറ്റാണ് നമ്മുടെ മിസ്സിംഗ് എന്നുള്ളത് ഇങ്ങനെ വന്ന് കിടക്കുന്നതാണ്. ഇങ്ങനെയായിരിക്കും മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാർട്ടർവേ ഓൺലൈനായി ചെയ്യുന്നത്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. താങ്ക് യു.